ഹലോ, ബ്ലോക്ക് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആൻഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് MNC എന്നുള്ളതാണ്. വട്ട് ഈസ് MNC? MNC മീൻസ് മൾട്ടിനാഷണൽ companies is a corporate undertakings whose industrial operations are based in more than 2 countries and whose decision making process is based on overall strategy. അവരുടെ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻ 2 രാജ്യങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരൊരു സ്ട്രാറ്റജി എടുക്കുമ്പോൾ ഓവറാൾ സ്ട്രാറ്റജി ആയിട്ട്, അതായത് ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഒരു ഗ്ലോബൽ സ്ട്രാറ്റജി ഫോം ചെയ്യുന്ന രാജ്യങ്ങളെ തന്നെയാണ് കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MNCs എന്ന് പറയുന്നത്. അവിടെ ഒരു കണ്ടീഷൻസ് പറയുന്നുണ്ട് മുകളിൽ. IBM ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് മസ്റ്റ് ഡു ബിസിനസ് ഇൻ മെനി കൺട്രീസ്, ഇറ്റ് മസ്റ്റ് ഹാവ് ഫോറിൻ സബ്സിഡിയറി വിത്ത് ദ സെയിം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിങ്, സെയിൽസ് സർവീസ് ആസ് ഓൺ. ഫോറിൻ സബ്സിഡീസ് ഉണ്ടായിരിക്കണം. റിസർച്ച് ആൻഡ് വിങ്സോ മാനുഫാക്ചറിങ്ങോ സെയിൽസോ ആയിട്ട് റിസർച്ച് വിങ്സുകളോ എല്ലാമായിട്ട് സബ്സിഡിയറീസ് ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി എ നാഷണൽ റണ്ണിങ് ദോസ് ലോക്കൽ കമ്പനീസ്. ലോക്കൽ കമ്പനീസിൽ നാഷണൽസ് അവിടെ വർക്ക് ചെയ്യണം. ദർ മസ്റ്റ് ബി എ നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ്. ദർ മസ്റ്റ് ബി എ നാഷണൽ സ്റ്റോക്ക് ഓണർഷിപ്പ് ഇൻ ദ സ്റ്റോക്ക് മസ്റ്റ് ബി ഓൺഡ് ബൈ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. പല രാജ്യങ്ങളിലെ ആൾക്കാർക്ക് അതിൻ്റെ ഷെയർ ഓൺ ചെയ്യണം. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ MNCs എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക്? ദ സ്ട്രാറ്റജി ഓഫ് MNCs. ഹിയർ വി ക്യാൻ സീ എ പിരമിഡ്. സ്ട്രാറ്റജി ഓഫ് പിരമിഡ് A, ദെൻ B, C, D. ബിന്ന് വീണ്ടും EFG, സിന്ന് HIJ, ഡിന്ന് KLM. അങ്ങനെ ഒരു അപ്പെക്സ്. ഇവിടെ ഒരു ഹോൾഡിംഗ് കമ്പനിയാണിത്. ഹോൾഡിംഗ് കമ്പനി പല സബ്സിഡറി കമ്പനീനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അതാണ് ഒരു MNCയുടെ സ്ട്രാറ്റജി ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. പിന്നെ കുറേ എക്സാമ്പിൾസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് FDIയും. FDI മീൻസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. It involves setting up of subsidiary in foreign countries for domestic production of commodities, service which previously were imported. പണ്ട് ഇമ്പോർട്ട് ചെയ്തിരുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്ന സബ്സിഡറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, FDI എന്ന് പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വേറെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടും തമ്മിലുള്ള ഇത് രണ്ടും നമുക്ക് മറ്റുള്ള രാജ്യത്തേക്ക് നിക്ഷേപം നടത്താനുള്ള മെത്തേഡ്സാണ്. പക്ഷേ FDIയും PI മീൻസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടാണ്. അതെന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. FDI മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിസിക്കൽ അസറ്റ്. ഫിസിക്കൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനെയാണ് FDI എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അസറ്റിൽ, ഷെയറിലോ ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോങ് ടേം ആണ് FDI. PI എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിരിക്കും. FDI എന്ന് പറയുന്നത് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വിഡ്രോ. PI ഈസ് ഈസി ടു വിഡ്രോ. ഡസ് നോട്ട് നീഡ് ടു ബി സ്പെക്കുലേറ്റീവ്സ്. ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പെക്കുലേഷനൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. സോ സ്പെക്കുലേഷൻ വരില്ല FDIയിൽ. PIയിൽ സ്പെക്കുലേറ്റീവ് ആയിരിക്കും. എക്സ്പെക്റ്റേഷൻ ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ. ടെക്നോളജി അവിടെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. PIയിൽ അങ്ങനെ ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് വേജസ്. നോ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് വേജസ്. അബൈഡിങ് ഇൻട്രസ്റ്റ് ഇൻ മാനേജ്മെൻറ്റ്, ഫ്ലീറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ മാനേജ്മെൻറ്റ്. ഇതാണ് FDIയും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. The rationale of FDI may be based inter alia on the following considerations. എന്തൊക്കെയാണ് പറയുന്നത്? Conquest of emerging markets with a sizable population living in the midst of identifiable gaps in development. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു റീസൺസ് ആയിട്ട് പറയുന്നത്? എമർജിങ് മാർക്കറ്റ്സ് വളരുന്നുണ്ട്, പോപ്പുലേഷൻസ് വളരുന്നുണ്ട്. സോ അവിടെ നമുക്കൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു. സോ നമ്മളവിടെ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് കൊണ്ടുവരുന്നു. എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എമാൻഡിങ് ഫ്രം ടെക്നോളജിക്കൽ എക്സ്പ്ലോഷൻ. നമുക്കൊരു വലിയ ടെക്നോളജീസ് വരുന്നു. സോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു. ലാർജ് സ്കെയിലായിട്ട് നമുക്കൊരു രാജ്യത്തിൽ ഒതുങ്ങാതെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നു. സോ ദർ ഇസ് ദ അനദർ റീസൺ. ലോവർ ലെവൽ ഓഫ് എക്കണോമിക് എഫിഷ്യൻസി ഇൻ ഹോസ്റ്റ് കൺട്രീസ്. നമ്മുടെ ഹോസ്റ്റ് കൺട്രീസിലെ എക്കണോമിക് എഫിഷ്യൻസി കുറവാണ്. സോ അതാണ് വേറെ റീസൺ ആയിട്ട് പറയുന്നത്. Import barriers in host country emanating from the spirit of Swadeshi, high customs duty or blanket bans, saving in time and transportation cost,
shortage and high cost of labor in capital exporting countries and cheap labor in capital importing countries. Capital exporting countryയിൽ ഉണ്ടാകുന്ന high cost of laborഉം importing countryയിൽ ഉണ്ടാകുന്ന ചീപ്പ് ലേബറും ക്യാപിറ്റലൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് ആയിട്ട് പറയുന്നത്. സർപ്ലസ് ക്യാപിറ്റൽ ഇൻ റിച്ച് കൺട്രീസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഇൻ പ്യുവർ കൺട്രീസ്, ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിട്ടേൺ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. നമുക്ക് ഡെവലപ്ഡ് കൺട്രീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേൺ, തിരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ROI എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ അവർക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കുക? ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും. ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ റീസൺ. ഇന്റർനാഷണലൈസേഷൻ ഓഫ് പാറ്റന്റ് ആൻഡ് ക്രോസ് ഫ്ലോ ഓഫ് ടെക്നോളജി, influence in the physical, political and socio-economic, cultural of capital importing countries, creating formal, informal and brand monopolies in the global context. അങ്ങനെ പറയുന്ന കുറച്ച് റീസൺസ് ആണ് FDIയുടെ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ കോർപ്പറേറ്റ് സ്ട്രാറ്റജി, joint venture and global expansion ആണ്. What is corporate strategy? It can be defined as a proposed course of action or sequence of action designed to have a far-reaching effect on organization ability to achieve its leading objectives. നമുക്കൊരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രപ്പോസ്ഡ് കോഴ്സ് ഓഫ് ആക്ഷൻസിനെയാണ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു 7S മോഡലുണ്ട്. 7S മോഡൽ 7 എസ്സുകൾ ചേർന്നൊരു മോഡൽസ് പറയുന്നുണ്ട്. അത് എല്ലാം കൂടി കൂടിച്ചേരുന്നതാണ് ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്നാമത്തെ ഒരു എസ് എന്ന് പറയുന്നത് സ്റ്റാഫാണ്, രണ്ടാമത്തെ സബോർഡിനേറ്റ് ഗോൾസ് ആണ്, മൂന്നാമത്തെ സ്റ്റൈലാണ്, അടുത്തത് സിസ്റ്റമാണ്, അടുത്തത് സ്ട്രാറ്റജിയാണ്, അടുത്തത് സ്ട്രക്ചർ, സ്കിൽസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 7 എസ്സുകൾ ചേർന്നതാണ് ഒരു സ്ട്രാറ്റജി എന്നുള്ളതാണ്, ഗ്ലോബൽ സ്ട്രാറ്റജി എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യൻ റെഗുലേഷൻ ആൻഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗൈഡ് ലൈൻസ് നമുക്കറിയാം. ഒരു ഇന്ത്യ 1991 ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയിലൂടെയാണ് കൂടുതലായിട്ട് ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള LPG റിഫോംസ് വന്നത്. അതിൻ്റെ മുന്നേ വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് വെരി ലിമിറ്റഡ് പ്രിയോർ ടു 1991. പക്ഷേ 1991 ശേഷമാണ്, ജൂലൈ 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അഡോപ്റ്റ് ചെയ്തു. സോ അതിന് ശേഷമാണ് ഒരു പണ്ടൊക്കെ ഇത്ര സീലിങ്ങേ പാടൂ, 40%, 50% അത്രയൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പാടുന്നുണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഒരുപാട് ഫോറിൻ ടെക്നോളജി എഗ്രിമെൻറ്റ്, FTA എന്ന് പറയും. ഫോറിൻ ടെക്നോളജി എഗ്രിമെൻറ്റ് വാസ് ലിബറലൈസ്ഡ് ഫോർ 34 ഇൻഡസ്ട്രീസ്. 34 ഇൻഡസ്ട്രീസിൽ അവർ എഗ്രിമെൻറ്റ് അവർ ലിബറലൈസ് ചെയ്തു, ഫോറിൻ ഇക്വിറ്റി കൊണ്ടുവരാൻ തുടങ്ങി. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. In December 1996, the Reserve Bank of India allowed automatical approval of FDI up to 74% in 9 category. താഴെ പറയുന്ന 9 കാറ്റഗറീസിൽ ഓട്ടോമാറ്റിക് അപ്രൂവലാണ്. അവർക്ക് നൂലാമലകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 74% വരെ അവിടെ FDI പറ്റും എന്നുള്ളൊരു പോളിസി 1996 വന്നു. അതിലൊന്നാമത്തെ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷനാണ്, രണ്ടാമത്തെ നോൺ കൺവെൻഷണൽ എനർജി ജനറേഷൻസ് ആൻഡ് ട്രാൻസ്മിഷൻ, മെയിൻ്റനൻസ് ഓഫ് റോഡ്സ്, ബ്രിഡ്ജ്, പോർട്ട്, ഹാർബർ, റൺവേ എക്സെട്ര, പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് എക്സെപ്റ്റ് POL, പെട്രോൾ ഡീസൽ ഇല്ലാതെ ബാക്കിയുള്ള എല്ലാ പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, കോൾഡ് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, മൈനിങ് സർവീസസ്, മാനുഫാക്ചറിങ് ഓഫ് അയൺ ഓർ അങ്ങനത്തെ ഐറ്റംസ് ബേസ്ഡ് ഓൺ സോളാർ എനർജി. ഇവിടെയൊക്കെ 74% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പിന്നീട് 1997 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ് ദ ഫസ്റ്റ് എവർ ഗൈഡ് ലൈൻസ് ഫോർ FDI ടു എൻഷുർ expeditious approval of foreign investment area not covered under automatic approvals. അവിടെ പ്രിയോറിറ്റി ആയിട്ട് വീണ്ടും നേരത്തെ പറയാത്ത കുറച്ച് മേഖലയും കൂടി ആഡ് ചെയ്തു. അത് ഇൻഫ്രാസ്ട്രക്ചർ, എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ, ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽസ്, ഐറ്റം ഹാവിങ് ലിങ്കേജ് വിത്ത് ഫാം സെക്ടർ, സോഷ്യൽ സെക്ടർ പ്രൊജക്ട് ലൈക്ക് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് ആൻഡ് മെഡിസിൻസ്,
പ്രപ്പോസൽ ദാറ്റ് ലീഡ് ടു ഇൻഡക്ഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഇൻഫ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ. ഇങ്ങനെ കുറച്ചും കൂടി ഒരു 5 കാറ്റഗറീസും കൂടി ജാനുവരി 1997 ആഡ് ചെയ്തു. ഇതൊക്കെയാണ് ഡെവലപ്മെൻ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ 100% സബ്സിഡിയറീസ് 1997 കൊണ്ടുവന്നു. അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. വേർ ഓൺലി ഹോൾഡിംഗ് ഓപ്പറേഷൻ ഈസ് ഇൻവോൾവ്, വേർ proprietary of technology is sought to be protected, sophisticated technology is sought to be bought, where at least 50% of production is exported, where there is consultancy project. ഇങ്ങനെയുള്ള കുറച്ചും കൂടി ഇങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ 100% ഓപ്പറേഷൻസ് നടത്താം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വീണ്ടും 1998 വീണ്ടും കുറച്ചും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. FDI ഇൻ ഹൗസിംഗ് ആൻഡ് റിയൽ എസ്റ്റേറ്റിൽ കൊണ്ടുവന്നു. 100% FDI കൊണ്ടുവന്നു. DNA ടെക്നോളജി ബേസ്ഡ് ലിമിറ്റ്സിനൊക്കെ. മേക്കിംഗ് വാട്ടർ റിസോഴ്സസിനെ കുറച്ചും കൂടി FDI കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അട്രാക്റ്റീവാക്കി മാറ്റി. ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ 2000 ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷനായിട്ട് കൊണ്ടുവന്ന 2 ആക്റ്റുകളാണ് ഫെറയും ഫെമയും. ഫെറ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്റ്റാണ്. അത് 1973 വന്നത്. ഒരു ക്രിമിനൽ ആക്ട് പോലെയായിരുന്നു. അവിടെ ഫോറിൻ ഡയറക്റ്റിൻ്റെ അന്നൊന്നും ഇത്രമാത്രം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു 1990s ശേഷം ഉണ്ടാകുന്ന ചേഞ്ചസ് വന്നുകൊണ്ട് തന്നെ അന്നൊക്കെ ഫോറിൻ എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ആക്ട് വേണ്ടത്. ഇപ്പോൾ പിന്നീട് പറഞ്ഞു റെഗുലേറ്റ് ചെയ്യല്ല വേണ്ടത്, വി ഹാവ് ടു മാനേജ് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ ഫെമ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 പാസ്സാക്കി. അതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്.